ഉറങ്ങാണോ? എടാ അപ്പൂസേ, കണ്ടോ നിന്റെ ചേച്ചിയെ? ഇന്ന് ഹാപ്പി ന്യൂ ഇയർ ആണ്. രാത്രി 12 മണിക്ക് കേക്ക് മുറിക്കണം. കേക്ക് മുറിച്ചിട്ട് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞിട്ട് തന്നെ ഉറങ്ങണമെന്ന് പറഞ്ഞ ആളെ നിന്റെ ചേച്ചിയാണ്. ഇപ്പൊ ഇത്ര നേരത്തെ ഉറങ്ങിയിട്ടിരിക്കണം നോക്ക്. ആ, ന്യൂ ഇയർ എന്ന് കേക്ക് മുറിക്കണമെന്ന് അമ്മൂസേല് പറഞ്ഞത്. അതുകൊണ്ടല്ലേ നിന്റെ അച്ഛൻ ഇപ്പൊ കേക്ക് വാങ്ങിക്കാൻ വേണ്ടി പോയിരിക്കണ്. അച്ഛൻ ഇപ്പൊ കേക്കും കൊണ്ട് വരും. എന്നിട്ട് 12 മണിക്ക് നമുക്ക് കേക്കൊക്കെ മുറിച്ച് ഹാപ്പി ന്യൂ ഇയർ ഒക്കെ ആഘോഷിച്ചിട്ട് ഉറങ്ങാന്ന് വിചാരിച്ചതാ. അപ്പോഴേക്കും നിന്റെ ചേച്ചി ഉറങ്ങണല്ലോ. നിക്ക് വിളിച്ചു നോക്കാം. അമ്മൂസേ, എടി അമ്മൂസേ, എടി അമ്മൂസേ, എണിക്കടി. അമ്മൂസേ, എന്താ അത്? ഇന്ന് രാത്രി 12 മണിക്ക് ന്യൂ ഇയർ ആണ്, കേക്ക് മുറിച്ചിട്ട് തന്നെ ഉറങ്ങുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്താണ് നീ ഉറങ്ങിയിട്ടിരിക്കണേ? ഉറക്കം വന്നോ അപ്പോഴേക്കും? 12 മണി വരെ ഉറക്കമൊഴിച്ചിരുന്ന് ന്യൂ ഇയർ ആഘോഷിക്കുന്ന ഒരാള് ഇപ്പൊ തന്നെ ഉറക്കം വന്നു. എന്നിട്ടാണോ നീ രാത്രി 12 മണിക്ക് കേക്ക് മുറിച്ച് ന്യൂ ഇയർ ആഘോഷിക്കണമെന്നും പറഞ്ഞ് നിന്റെ അച്ഛനെ കൊണ്ട് കേക്ക് വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞത്? നല്ല കോലം. ഞാൻ വിചാരിച്ചു നീ 12 മണി വരെ ഉറക്കമൊഴിച്ചിരുന്ന് ന്യൂ ഇയർ ഒക്കെ ആഘോഷിക്കും. അപ്പു കുട്ടിയാണ് നേരത്തെ ഉറങ്ങും. ശരി, അവൻ ഉറങ്ങിയാലും കുഴപ്പമില്ല. നിന്നെ കൊണ്ട് കേക്കൊക്കെ മുറിച്ച് നമുക്ക് ഇന്ന് ന്യൂ ഇയർ ആഘോഷിക്കാന്ന് വിചാരിച്ചതാ. ഇതിപ്പോ അപ്പൂസടക്കം ഉറങ്ങാതെ ഇരിക്കണോ, നീ ഉറക്കം വന്നൊന്ന് പറയണേ. അവിടെ വീട്ടിലിരുന്ന രണ്ടുപേരും കൂടെ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങും പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പുറത്ത് കൊണ്ടുവന്നത്. ഇവിടെ വന്നിട്ട് നീ ഇങ്ങനെ ഉറങ്ങണല്ലോ. ഇപ്പൊ മണി 10 മണിയല്ലേ ആയിട്ടുള്ളൂ. ന്യൂ ഇയർ ആഘോഷിക്കാൻ ഇനിയും 2 മണിക്കൂറുണ്ട്. 12 മണിക്ക് തന്നെ കേക്ക് മുറിച്ചിട്ട് ഹാപ്പി ന്യൂ ഇയർ പറയണം. 12 മണിയാവാൻ ഇനിയും 2 മണിക്കൂറുണ്ട്. ആ, 2 മണിക്കൂർ എന്ന് പറഞ്ഞാ കുറച്ച് നിറയെ സമയമൊക്കെ ഉണ്ട്. അതുവരെ നീ ഉറക്കമൊഴിച്ചിരിക്കുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി, കുഴപ്പമില്ല. നിനക്ക് ഉറക്കം വരികയാണെങ്കിൽ നമുക്ക് വീട്ടിൽ ചെന്ന് ഉറങ്ങാം. ന്യൂ ഇയർ അല്ലേ, അത് നമുക്ക് കാലത്ത് കൂടെ കേക്ക് മുറിച്ചിട്ട് ന്യൂ ഇയർ ആഘോഷിക്കാം. അതേ റിയാ, രാത്രി 12 മണിക്ക് തന്നെ എല്ലാവരും കേക്ക് മുറിച്ച് പടക്കമൊക്കെ പൊട്ടിച്ച് ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞ് ആഘോഷിക്കോളൂ. പക്ഷെ നിനക്ക് ഉറക്കം വരുന്നല്ലോ. ഇനി 12 മണി വരെ നീ ഉറങ്ങാതിരിക്കൊന്നുമില്ല. എന്നാലും അപ്പോഴേക്കും നീ ഉറങ്ങും. ഇത്രയും കഷ്ടപ്പെട്ട് ഉറങ്ങാതിരുന്ന് ന്യൂ ഇയർ ആഘോഷിക്കണം എന്നൊന്നും ഇല്ല. നാളെയും ന്യൂ ഇയർ തന്നെ, നമുക്ക് നാളെ ആഘോഷിക്കാം. നീ വാ, നമുക്ക് വീട്ടിൽ പോവാം. അച്ഛൻ കേക്ക് വാങ്ങിച്ചിട്ട് വരട്ടെ. അത് നമുക്ക് നാളെ കാലത്ത് മുറിച്ച് ന്യൂ ഇയർ ആഘോഷിക്കാം. ഇപ്പൊ തന്നെ കേക്ക് മുറിച്ച് ഹാപ്പി ന്യൂ ഇയർ പറയാനോ? റിയ, അതിന് 12 മണിക്ക് തന്നെ ന്യൂ ഇയർ ആവുള്ളൂ. 12 മണിക്ക് ശേഷം തന്നെ കേക്ക് മുറിച്ച് ഹാപ്പി ന്യൂ ഇയർ പറയണം. അതിനാ അമ്മ പറയണേ, നീ ഉറങ്ങിക്കോ, നമുക്ക് നാളെ ന്യൂ ഇയർ ആഘോഷിക്കാം. എന്നാ 12 മണി വരെ ഉറങ്ങാതിരിക്കി. ഇപ്പൊ തന്നെ നിനക്ക് ഉറക്കം വന്നു. നീ എങ്ങനെ 12 മണി വരെ ഉറങ്ങാതിരിക്കണമെന്ന് നോക്കാലോ. അമ്മൂസേ, അതെ, അമ്മൂസല്ലേ രാത്രി 12 മണിക്ക് കേക്ക് മുറിച്ച് ന്യൂ ഇയർ ആഘോഷിക്കണമെന്ന് പറഞ്ഞത്. അതാ അച്ഛൻ അമ്മൂസിന് വേണ്ടി കേക്ക് വാങ്ങിച്ചിട്ട് വന്നത്. ശിവേട്ടാ, കേക്ക് നല്ല അടിപൊളിയായിട്ടുണ്ട്. ചോക്ലേറ്റ് ഫ്ലേവർ ആണോ? അതെ ഐഷു, ചോക്ലേറ്റ് ഫ്ലേവറാ. അമ്മൂസിന് ചോക്ലേറ്റ് ഫ്ലേവർ അല്ലേ ഇഷ്ടം. അതാ ഞാൻ ചോക്ലേറ്റ് ഫ്ലേവർ തന്നെ വാങ്ങിച്ചത്. ശരിയടാ അമ്മൂസേ, 12 മണി ആവട്ടെ, നമുക്ക് ഈ കേക്ക് മുറിച്ച് ന്യൂ ഇയർ ആഘോഷിക്കാം. 12 മണി വരെ നിങ്ങളുടെ മകള് ഉറങ്ങാതെ ഇരുന്നാ നമുക്ക് കേക്ക് മുറിച്ച് ആഘോഷിക്കാം. അതെന്താ ഐഷു നീ അങ്ങനെ പറയണേ? രാത്രി 12 മണി വരെ ഉറങ്ങാതിരുന്ന് കേക്ക് മുറിച്ച് ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞിട്ടേ ഉറങ്ങുന്നല്ലേ എന്റെ അമ്മൂസ് പറഞ്ഞത്. അവളുടെ ആഗ്രഹത്തിന് വേണ്ടിട്ടല്ലേ ഞാൻ കേക്ക് വാങ്ങിച്ചിട്ട് വന്നത്. കേക്ക് മുറിച്ച് ന്യൂ ഇയർ ആഘോഷിക്കണം അവളുടെ ആഗ്രഹമൊക്കെ ശരിയാണ്. പക്ഷേ നിങ്ങളുടെ മകൾക്ക് ഇപ്പൊ തന്നെ ഉറക്കം വന്നു. ഇത്ര നേരം ഉറക്കം തൂങ്ങി തൂങ്ങി വീണതാ. അയ്യോ, എന്താടാ അമ്മൂസേ, അപ്പോഴേക്കും ഉറക്കം വന്നോ?
അച്ഛാ, അത് അമ്മൂട്ടി ഓക്കുമ്പോ വന്നു. അതെയോ? എന്നിട്ട് എന്തായി? ഇപ്പൊ ഉറക്കം പോയോ? ഇപ്പൊ അച്ഛനെ കണ്ടപ്പോ അവരൊക്കെ പോയി. എടി കള്ളി അമ്മൂസേ, ശരിക്കും പറയ്, അച്ഛനെ കണ്ടപ്പോ ഉറക്കം പോയതാണോ അതോ കേക്കിനെ കണ്ടപ്പോ ഉറക്കം പോയതാണോ? അത് നിങ്ങൾ പറഞ്ഞത് ശരിയാ ശിവേട്ടാ. നിങ്ങളെ കണ്ടപ്പോഴല്ല, കേക്കിനെ കണ്ടപ്പോഴാണ് അവളുടെ ഉറക്കം പോയത്. എടാ ആദിക്കുട്ടാ, നിനക്കും കേക്ക് ഇഷ്ടപ്പെട്ടോ? നിക്കിട്ടാ, ഇനി കുറച്ചു നേരം തന്നെ ഉള്ളൂ. 12 മണി ആയതും നമുക്ക് ഈ കേക്ക് മുറിച്ചിട്ട് ന്യൂ ഇയർ ആഘോഷിക്കാം. ശിവേട്ടാ, 12 മണിക്ക് ഇനി 2 മണിക്കൂറുണ്ട്. അതുവരെ ഇവര് ഉറങ്ങാതിരിക്കുമെന്നറിയില്ല. അപ്പൂസ് എന്തായാലും ഉറങ്ങില്ല. അവൻ ഉച്ചയ്ക്ക് കുറച്ചു നേരം ഉറങ്ങി. അതുകൊണ്ട് ഇപ്പൊ അവന് ഉറക്കം വരില്ല. പക്ഷെ അമ്മൂസാണ് ഉറങ്ങുമെന്ന് സംശയം. അയ്യോ, എന്താ അമ്മൂസേ, 12 മണി ആകുമ്പോഴേക്കും ഉറങ്ങുമോ? അപ്പോഴേക്കും അമ്മൂസിനെ ഉറക്കം വന്നാൽ എന്ത് ചെയ്യും? കഥ പറയാനോ? എടാ അമ്മൂസേ, എപ്പോഴും നിനക്ക് ഉറക്കം വരാൻ വേണ്ടിട്ടല്ലേ അച്ഛൻ കഥ പറയാ. ഇപ്പൊ അച്ഛൻ കഥ പറഞ്ഞ അമ്മൂസിന് ഉറക്കം വരില്ലേ? ഉറക്കം വരാത്ത പോലെ അച്ഛൻ എന്ത് കഥയാടാ പറയാ? രാജാവിന്റെ കഥ പറയട്ടെ. ഓ, നിന്റെ അമ്മന്റെ കഥയാണോ? ശരി, നിനക്ക് പറഞ്ഞു തരാം. ശിവേട്ടാ, ഇപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞത്? എടി ഐഷു, ഞാൻ വെറുതെ പറഞ്ഞതാ. ഈ വർഷത്തിന്റെ അവസാനത്തെ ദിവസമാണ്. ഇന്നടക്കം എന്റെ കൂടെ നീ പിണങ്ങല്ലേ. എന്നാ പിന്നെ ഈ വർഷത്തിന്റെ അവസാന ദിവസമെങ്കിലും എന്നെ കളിയാക്കാതെ നിങ്ങൾക്ക് ഇരുന്നൂടെ? അത് എന്ത് ചെയ്യാനാടാ, ശീലമായി പോയി. ശരി, ഈ വർഷം ഇങ്ങനെ കഴിഞ്ഞു പോട്ടെ. ഇനി അടുത്ത വർഷം മുതല് നിന്നെ ഞാൻ കളിയാക്കുകയേ ഇല്ല. പോരെ? ഇതാണ് എന്റെ ന്യൂ ഇയർ റിസൊല്യൂഷൻ. റിസൊല്യൂഷൻ എന്ന് പറഞ്ഞില്ലേ? എന്നാ പിന്നെ അത് നടന്നു തന്നെ. അത് നടക്കില്ലെന്ന് എനിക്ക് അറിയാലോ. അതുകൊണ്ടല്ലേ ഞാൻ റിസൊല്യൂഷൻ എന്ന് പറഞ്ഞത്. ശിവേട്ടാ, എടി ശരി, നമ്മ ഇപ്പൊ ഇവിടെ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിട്ടാണ് വന്നത്, പിണങ്ങാൻ വേണ്ടിട്ടല്ല. എടാ അമ്മൂസേ, നിനക്ക് ഉറക്കം വരാതിരിക്കെ അച്ഛൻ കഥ പറഞ്ഞു തരാൻ നിക്ക്. എടി അമ്മൂസേ, അച്ഛയും അമ്മയും പിണങ്ങടുത്ത് കാണുമ്പോ നിനക്ക് ജോളി ആയിട്ടുണ്ടോ? എടി ഐഷു, അമ്മൂസ് പറയണത് കേട്ടോ? 2 hours later. എങ്ങനെയോ 12 മണി വരെ അപ്പൂസും അമ്മൂസും ഉറങ്ങാതെ ഇരുന്നു. ഇനി നമുക്ക് കേക്ക് മുറിച്ച് ഹാപ്പി ന്യൂ ഇയർ ആഘോഷിക്കാം. എന്റെ ചക്കര കുട്ടികൾ അമ്മൂസിനും അപ്പൂസിനും അച്ഛന്റെ ഹാപ്പി ന്യൂ ഇയർ. ഇതുപോലെ ഇനി എല്ലാ വർഷവും എപ്പോഴും രണ്ടുപേരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഇരിക്കണം. പിന്നെ എന്റെ സ്വന്തം ഐഷു ഡാർലിങ്ങിനും എന്റെ ഹാപ്പി ന്യൂ ഇയർ. ഇതുപോലെ എല്ലാ വർഷവും എന്റെ കൂടെ പിണക്കവും ഇണക്കവും എല്ലാവുമായി എപ്പോഴെപ്പോഴും എന്റെ കൂടെ സ്നേഹത്തോടെ ഇരിക്കണം. എനിക്കും അതിനെ ശിവേട്ടനോട് പറയാനുള്ളൂ. ഹാപ്പി ന്യൂ ഇയർ ശിവേട്ടാ. പിന്നെ എന്റെ അമ്മൂസിനും അപ്പൂസിനും ഹാപ്പി ന്യൂ ഇയർ. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ കൂട്ടുകാരി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. കഴിഞ്ഞ വർഷത്തിൽ നടന്ന എല്ലാം കഴിഞ്ഞതായി പോട്ടെ. ഇനി പുതിയ വർഷത്തിൽ എല്ലാം നല്ലപോലെ നടക്കട്ടെ എന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഈ പുതുവർഷത്തെ നല്ലപോലെ തുടങ്ങാം. എല്ലാവർക്കും നമ്മുടെ മിന്നാരം ഫാമിലിയിലെ റിയാക്കുട്ടി ആദിക്കുട്ടിന്റെ വക ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ന്യൂ ഇയർ ആശംസകൾ. ഈ വർഷം എല്ലാവർക്കും നല്ല വർഷമായി ആവട്ടെ, എല്ലാം നല്ലതേ നടക്കട്ടെ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോയിലേക്ക് മറക്കാതെ ലൈക്ക് ഇടണം. ചാനലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. അടുത്ത വീഡിയോയിൽ വരാട്ടോ. ബൈ ബൈ.